Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് നമ്മുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് നമുക്ക് ആരോടെല്ലാം ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയുള്ള വ്യക്തികളുമായിട്ടാണ് നമ്മളത് ഒരു അഡ്വൈസ് നേടേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് ആരുമായിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിലുള്ള ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത്, നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകളുമായിട്ടായിരിക്കണം നമ്മുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അഡ്വൈസ് സീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ആ വ്യക്തിയെ വളരെയധികം വിശ്വാസമാണ്, ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ ഇതിന് മുമ്പുള്ള എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ തോന്നുന്ന ഒരു കാര്യമായിരിക്കാം. എസ്പെഷ്യലി നമ്മുടെ ലൈഫിന് ഒരു കോട്ടം വരുത്താത്ത, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് നല്ലതായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു അഡ്വൈസ്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിൽ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യാം. ഇങ്ങനെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് എന്താണ് ആവശ്യം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണല്ലോ നമ്മൾ മറ്റൊരാളോട് ഹെൽപ്പ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾ ചിലപ്പോൾ എത്രത്തോളം വൾണറബിൾ ആണ് എന്നറിയില്ല, അത് ഓരോ ആളുകളുടെ കേസിലും ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂ എന്ന് പറയുന്നതും ഓരോ ആളുകളുടെയും ഡിഫറെൻ്റ് ആണ്. ഞാൻ ഫേസ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ഇഷ്യൂ അല്ല നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, നിങ്ങളുടെ കേസ് എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഒരു പ്രോപ്പർ വേ, അല്ലെങ്കിൽ പ്രോപ്പർ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകളാണ്. ഇനി രണ്ടാമത്തെ പോയിന്റിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങളുടെ കേസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ മടി കൂടാതെ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്യൂ ഇതാണെന്ന് പറയാം. സോ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ഗൈഡൻസും പ്രോപ്പർ നോളേജും ഞങ്ങൾ നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് അഡ്വൈസ് എടുത്ത് ഒരു കൺഫ്യൂസ്ഡ് ആവുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ കറക്റ്റ് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലാണ് നമ്മുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലം നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുക, ഭാവിയിലും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള നോളേജും അതുപോലെ തന്നെ ആ റിലേഷൻഷിപ്പ് ഓക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും ഞങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായി ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരുപാട് നാൾ ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ഇങ്ങനെ മൈൻഡിലിട്ട് ലൈഫിലിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കാതെ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ഉള്ള ആളുകൾ മടി കൂടാതെ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കണ്ടെത്തുക. അതിനുവേണ്ടി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യോ, മെസ്സേജ് ചെയ്യോ, അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അയക്കോ, എന്താണ് നിങ്ങളുടെ കംഫർട്ട് അതിനനുസരിച്ച് ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്തുക. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ആളുകൾ, അതായത് നമ്മുടെ ഇഷ്യൂ ആരുമായിട്ടൊക്കെ ഷെയർ ചെയ്യാമെന്നതിൻ്റെ നമ്മളെ മനസ്സിലാക്കുന്ന ആളുകളാണ്. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കണം, അല്ലെ? ഇങ്ങനെയുള്ള ആളുകളൊക്കെ ചില ആളുകളുടെ ലൈഫിൽ പ്ലെന്റി ഓഫ് ആളുകൾ ഉണ്ടായിരിക്കും, ചില ആളുകൾക്ക് ഒന്നോ രണ്ടോ ഉണ്ടായിരിക്കും, ഒരു വ്യക്തിയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. സോ നമ്മളെ മനസ്സിലാക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു ഫീലിങ്സ് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മളത് എന്ത് വികാരത്തിലാണ്, അല്ലെങ്കിൽ ഏതൊരു മാനസികാവസ്ഥയിലാണ് നമ്മൾ ആ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതായത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് വളരെ വിഷമത്തോടു കൂടി ഒരു കാര്യം പറയുന്ന സമയത്ത് വളരെ സിമ്പിളായി ഒരു തമാശയായിട്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എടുത്തത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അയ്യോ, ഈ കാര്യം ഇവരുമായിട്ട് ഷെയർ ചെയ്യേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും, അല്ലെ? കാരണം നമ്മൾ ആ ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഞാൻ നേരിടുന്നുണ്ട് എന്നുള്ളത് പറയുകയും ചെയ്തു. പറഞ്ഞ സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റെസ്പോൺസ്, അല്ലെങ്കിൽ നമുക്ക് യാതൊരു വിധ പ്രയോജനവും ഇല്ലാത്ത, എന്നാൽ നമ്മളെ ഡൗൺ ആക്കുന്ന ഒരു റെസ്പോൺസ്, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ആണ് അവിടെ നിന്നും കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട്, അതായത് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യരുത്. നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്ന, നിങ്ങളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ആളുകളുമായിട്ടും നമ്മുടെ ഇഷ്യൂസ്, അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്യൂസ് തുറന്നു പറയാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ കോൺഫിഡൻസിനെ ഉലയ്ക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസിനെ വളരെയധികം ഡ്രെയിൻ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളുമായിട്ടും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. അതായത് എല്ലാ ആളുകളും ഏതെങ്കിലും ഒക്കെ ഒരു സ്റ്റേജിൽ നമ്മുടെ ലൈഫും റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം നേരിടുന്ന ആളുകളായിരിക്കും.
പക്ഷെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ചാലഞ്ചസ് ഒക്കെ നേരിട്ട് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. സോ നമ്മളൊരു വിഷയം നേരിടുന്നു അല്ലെങ്കിൽ ഒരു ഇഷ്യൂ നേരിടുന്നു, ആ സമയത്ത് നമ്മുടെ ഉള്ള കോൺഫിഡൻസ് കൂടി ഇല്ലാതാക്കുന്ന ആളുകളുമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്കുള്ള അനുഭവം? തീർച്ചയായിട്ടും ഉള്ള കോൺഫിഡൻസ് കൂടി പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഡ്രെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന ആളുകളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. സോ നമ്മുടെ കോൺഫിഡൻസിനെ കുറച്ചുകൂടി എൻകറേജ് ചെയ്യാൻ സാധിക്കുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകളുമായിട്ടാണ് പൊതുവെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ നമ്മളത് ഷെയർ ചെയ്യേണ്ടത്. ഇനി ഇതും വളരെ ഓപ്ഷനിലാണ്, അതായത് ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള ആളുകളുമായിട്ടും ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. അതും വളരെ നല്ലൊരു കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു മോശമായിട്ടുള്ള കാര്യമാണ് എന്ന് വിചാരിക്കരുത്. കാരണം ഓരോ വ്യക്തികളും യുണീക്കാണ്. എല്ലാ ആളുകൾക്കും അവരുടേതായ ഒപ്പീനിയൻസ്, അവരുടേതായ കംഫർട്ട് ലെവലുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ചോദിക്കുന്നതിന് മുൻപ് ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് കംഫർട്ട് ആവുന്നത്. നമ്മളിങ്ങനെ ഒരു ഇഷ്യൂ നേരിടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ അല്ലല്ലോ ആവശ്യം. എന്താണ് നമുക്ക് ഭാവിയിലേക്ക്, അതായത് നാളെ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്റ്റർബ്ഡ് ആവാൻ പാടില്ല അല്ലെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുമായിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിലെ എന്ത് കാര്യമായിക്കൊള്ളട്ടെ അത് ഷെയർ ചെയ്യേണ്ടത്. സോ നിങ്ങളുടെ ലൈഫിലെ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായി ഹെൽത്തി ആയി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എന്തെങ്കിലും ഇഷ്യൂസ്, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനും ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് മടി കൂടാതെ വിളിക്കാവുന്നതാണ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്